അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ 9ാമത്തെ മൊഡ്യൂളായ മൈക്രോ പ്രോസസറിലെ ടൈമിങ്സ് ഓഫ് ഇന്റൽ 8085 എന്നുള്ള പോർഷനാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എന്താണ് ടൈമിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ പ്രോസസറിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈമിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഇതിൽ പല ടൈപ്പിലുള്ള ടൈമിങ്സ് ഉണ്ട്. ഓക്കെ, ചിലതിൽ നമുക്ക് മെമ്മറി നമുക്ക് ALUവിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ അറേ തൊട്ടടുത്തുള്ള രജിസ്റ്റർ എയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ചിലതിൽ നമുക്ക് പുറത്തു നിന്നുള്ള മെമ്മറിയിൽ നിന്നായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും ടൈമിങ് വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ടൈമിംഗ്? Timings are important for understanding the performance and behavior of the 8085 microprocessor and are used in various applications such as calculating and execution time of instructions, designing bus cycles, and ensuring proper timing for memory and IO access. Input output access ആണ് IO access കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഓരോരുടെയും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് ചിലത് മെമ്മറിയിൽ നിന്നായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക, ചിലത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പെരിഫറൽ ഡിവൈസസിലേക്കായിരിക്കും കൊടുക്കുക. അപ്പൊ അതിന് ഓരോന്നിനും ഡിഫറെന്റ് ടൈമിംഗ് ആണ് വരിക. അപ്പൊ ആ ടൈമിങ്സ് ഏതൊക്കെയാണ്, അതിന്റെ ടൈം പീരീഡ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ക്ലോക്ക് പീരീഡ്സ് അത് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഓരോന്നായി നോക്കാം. The Intel 8085 microprocessor have several timing parameters that characterize its operation. Here are the detailed description of timings. First one, clock frequency. Okay, clock frequency is the rate at which microprocessor operates. 8085 has a typical clock frequency of 3 megahertz, but it can range from 2 megahertz to 6 megahertz. ഇതിൽ നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ പ്രോസസർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. ഏകദേശം 3 മെഗാഹെർട്സിന്റെ ആണ് ടിപ്പിക്കൽ ആയിട്ട് നമ്മൾ 8085 മൈക്രോ പ്രോസസർ ക്ലോക്ക് ഫ്രീക്വൻസി നമ്മൾ പറയാം. ഒന്ന് രണ്ടവിടെ നോക്കുമ്പോൾ നമുക്ക് 5 എന്ന് വരുന്നുണ്ട്, പക്ഷെ മെജോറിറ്റി ബുക്കിലൊക്കെ നമുക്ക് 3 മെഗാഹെർട്സ് ആണ് കാണുന്നത് കേട്ടോ. നെറ്റിലൊക്കെ നോക്കുമ്പോൾ ചിലതിലൊക്കെ 5 ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ബുക്കിലുള്ള വാല്യൂ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ 3 മെഗാഹെർട്സ് ആണ് ടിപ്പിക്കൽ വാല്യൂ, ബട്ട് ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം 2 മെഗാഹെർട്സ് ടു 6 മെഗാഹെർട്സ്. അപ്പൊ നമുക്ക് മാക്സിമം വരാവുന്ന ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ രീതിയിലാണ്. മാക്സിമം വരാവുന്ന ക്ലോക്ക് ഫ്രീക്വൻസി എന്ന രീതിയിൽ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതണം, 6 മെഗാഹെർട്സ് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് സെക്കൻഡ് ടൈപ്പ് ആണ് ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോക്ക് പീരീഡ് ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ മൈക്രോ പ്രോസസർ ടു കംപ്ലീറ്റ് 1 ക്ലോക്ക് സൈക്കിൾ. ഓക്കെ, നമുക്കിപ്പോ ഒരു ക്ലോക്ക് സൈക്കിൾ, ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് എടുക്കാൻ, ഈ സിഗ്നൽ പാസ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അടുത്ത ക്ലോക്ക് സൈക്കിൾ ആണ് വരിക. ഓക്കെ, ഇത് അടുത്ത ക്ലോക്ക് സൈക്കിൾ ആണ്. അപ്പൊ ഒരു ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ മൈക്രോ പ്രോസസർ ടു കംപ്ലീറ്റ് 1 ക്ലോക്ക് സൈക്കിൾ. ഒരു ക്ലോക്ക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം പീരീഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. സോ ഫോർ 8085 ടിപ്പിക്കൽ ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 333 നാനോ സെക്കൻഡ്സ് ആണ് കേട്ടോ. 333 ആ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കാം. 333 നാനോ സെക്കൻഡ്സ് ആണ്. അതിന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 500 നാനോ സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ മാക്സിമം എന്ന് പറയുന്നത് 250 നാനോ സെക്കൻഡ്സ് ആണ്. ഓക്കെ, ടിപ്പിക്കൽ വാല്യൂ ഓഫ് ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 333 നാനോ സെക്കൻഡ്സ് ആണ്. ഓക്കെ, ക്ലോക്ക് ഫ്രീക്വൻസി 3 മെഗാഹെർട്സ് ആണ്.
ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 333 നാനോ സെക്കൻഡ്സ് ആണ്. അടുത്തത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ പ്രൊസസർ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന്റെ ബൈറ്റിന്റെ വലിപ്പത്തിനനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, നമ്മൾ ചെറിയ ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെറിയ പീരീഡ്സേ എടുക്കുള്ളൂ. അല്ല, കൂടുതൽ ബൈറ്റ്സ് ഉള്ള ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ടൈം അത് കൺസ്യൂം ചെയ്യും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം. The instruction cycle time is the time taken by the microprocessor to execute an instruction. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രൊസസർ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ, റേഞ്ചിങ് ഫ്രം 4 to 15 T. T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്, ക്ലോക്ക് പീരീഡ്സ്. അപ്പൊ നമുക്ക് ഇൻസ്ട്രക്ഷന്റെ ചെറിയ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 40 ആയിരിക്കും കൊടുക്കുക. ലാർജ് വലിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 15T വരെ വേരി ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ബൈറ്റ്സിന്റെ എണ്ണത്തിനും വലുപ്പത്തിനും അനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം വേരി ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ക്ലോക്ക് ഫ്രീക്വൻസി, സെക്കൻഡ് വൺ ക്ലോക്ക് പീരീഡ്, തേർഡ് വൺ ആണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അടുത്തത് ഫെച്ച് സൈക്കിൾ ടൈം. ഫെച്ച് സൈക്കിൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. രജിസ്റ്റർ ബി എന്നുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഫെച്ച് ചെയ്ത് നമുക്ക് ALUയിലേക്ക് എത്തിച്ച് ഇൻസ്ട്രക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ മൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആഡിങ്ങോ സബ്സ്ട്രാക്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താനാണ് നമ്മൾ പറയുന്നത്. പുറത്ത് നിന്നുള്ള മെമ്മറിയിൽ നിന്ന് നമ്മളൊരു വാല്യൂ ഫെച്ച് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ALUയില് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഓപ്പറേഷൻ നടത്താനാണ്, ക്യാരി ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മെമ്മറിയിൽ നിന്ന്, പുറത്തുനിന്നുള്ള മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, മൈക്രോ പ്രോസസർ ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം, അതായത് പുറത്തു നിന്ന് എടുത്തിട്ട് വരണം. അപ്പൊ ആ ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫെച്ച് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫെച്ച് സൈക്കിൾ ടൈം. The fetch cycle time is the time taken by the microprocessor to fetch an instruction from memory. പുറത്തു നിന്നുള്ള മെമ്മറിയിൽ നിന്ന്, നമ്മളുടെ മൈക്രോ പ്രൊസസറിന് പുറത്തല്ലേ നമ്മളുടെ മെമ്മറി, അപ്പൊ ആ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടുന്ന സമയത്തെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെച്ച് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അത് ടിപ്പിക്കലി 4 ക്ലോക്ക് പീരീഡ്സ് ആണ് ഫെച്ച് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എക്സിക്യൂട്ട് സൈക്കിൾ ടൈം. The execute cycle time is the time taken by the microprocessor to execute an instruction. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന സമയം, അതാണ് എന്തെന്ന് പറയുന്നത്, എക്സിക്യൂട്ട് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ പ്രോസസ്സിംഗ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 2 സ്റ്റെപ്പിൽ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ 1 സ്റ്റെപ്പിൽ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ക്ലോക്ക് പീരീഡ് 2 to 10 ക്ലോക്ക് പീരീഡ് വരെ വേരി ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ ആഡിങ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എക്സിക്യൂട്ട് സൈക്കിൾ ടൈമും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ എന്താണ്? എല്ലാ ഇൻസ്ട്രക്ഷനും കഴിഞ്ഞിട്ടുള്ള എക്സിക്യൂഷൻ ആണോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം? ഇപ്പൊ നമ്മള് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്, മൂവ് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, മൂവ് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാല് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, എക്സിക്യൂട്ട് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. പക്ഷെ ഇൻസ്ട്രക്ഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്, അത് കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും. കിട്ടിയോ? എക്സിക്യൂട്ട് സൈക്കിൾ ടൈമിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് എന്തെന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. പക്ഷെ എക്സിക്യൂട്ട് സൈക്കിൾ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ടൈം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ അഡീഷൻ ആണെങ്കിൽ ആ അഡീഷൻ മാത്രം,
ഓക്കെ, അവിടെ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യേണ്ട സമയം ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈമിന്റെ ക്ലോക്ക് പീരീഡ് എന്തായിരുന്നു? 4 to 15. 4 to 15 ആണ്. ഓക്കെ, അതിൽ നമ്മുടെ എക്സിക്യൂട്ട് സൈക്കിൾ ടൈമും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് എന്തുള്ളത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുമ്പോൾ ഇല്ല, പക്ഷെ ഇതൊരു ത്രൂ ഔട്ട് ഒരു വലിയൊരു പ്രോഗ്രാം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ചെറുതായിരിക്കും. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ആദ്യം കൊടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അതായത് നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഡാറ്റ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയമാണ് എന്തെന്ന് പറയുന്നത്, എക്സിക്യൂട്ട് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെക്കില്ലേ, അതിനുശേഷമല്ലേ നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യുള്ളൂ. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ഷൻ ടൈം എന്ന് പറയുന്ന എക്സിക്യൂട്ട് സൈക്കിൾ ടൈമിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും കേട്ടോ. അടുത്തത് മെമ്മറി ആക്സസ് ടൈം. Memory access time is the time taken by the microprocessor to access data from the memory, and it is typically 2 to 3 time. Clock period ആണ്. നമ്മളുടെ ഫെച്ച് ടൈം പീരീഡിന്റെ സിമിലർ ആണ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. അത് ഏകദേശം 2 to 3 ക്ലോക്ക് പീരീഡ്സ് ആണ്. ഓക്കെ, മെമ്മറി ആക്സസ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 to 3 ടൈം പീരീഡ് തന്നെ എഴുതണം. അടുത്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ് ടൈം. നമ്മളുടെ പെരിഫറൽ ഡിവൈസസിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ് ടൈം is the time taken by the microprocessor to access data from input output device. It is typically 2 to 3 T clock periods. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ് ടൈം എന്ന് പറയുന്നത് 2 to 3 ടൈം പീരീഡ് ആണ്. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ടും ഈ ക്ലോക്ക് സൈക്കിൾ ഏതാണെന്നും അതിന്റെ ടൈം പീരീഡ് എത്രയാണെന്നാണ്, അതിന്റെ റേഞ്ച് എന്താണ്, ചിലപ്പോൾ മാക്സിമം എത്ര വരെ വരാം, മിനിമം എത്ര വരെ വരാം, ഇല്ലെങ്കിൽ ടിപ്പിക്കൽ ക്ലോക്ക് ഫ്രീക്വൻസി. കഴിഞ്ഞൊരു എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നത് ടിപ്പിക്കൽ ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് 8085 ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമുക്ക് ടൈമിംഗ് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊരു തിയറി ബേസ് ചെയ്ത എക്സാം അല്ലാത്തത് കൊണ്ട് ടൈമിംഗ് ഡയഗ്രാംസിന് നമ്മുടെ എക്സാമിന് വലിയ വാല്യൂ ഇല്ല, ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഏതൊക്കെയാണ് ടൈമിങ്സ് ഉള്ളത്, അതിന്റെ റേഞ്ച് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലോക്ക് ഫ്രീക്വൻസി ആണ്, പിന്നെ ക്ലോക്ക് പീരീഡ്, ഇൻസ്ട്രക്ഷൻ ടൈം സൈക്കിൾ, ഫെച്ച് ടൈം സൈക്കിൾ, മെമ്മറി ആക്സസ് ടൈം, ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ് ടൈം, എക്സിക്യൂട്ട് സൈക്കിൾ പീരീഡ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി അടുത്തത് ഇന്ററപ്റ്റ് റെസ്പോൺസ് ടൈം. The interrupt response time is the time taken by the microprocessor to respond to an interrupt. ഇന്ററപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കാം, നമ്മൾ അതില് ചിലതില് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനുണ്ട് അല്ലെ. ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എന്തിനാ കൊടുക്കുക? സപ്പോസ് നമുക്കിപ്പോ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, റൺ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റൺ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, ഈ ഇന്ററപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൺ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ ഇന്ററപ്ഷൻ. അതുപോലെ ഇന്ററപ്റ്റ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഈ മൈക്രോ പ്രോസസ്സർ നമ്മൾ കൊടുക്കുന്ന ഇന്ററപ്റ്റിന് റെസ്പോൺസ് ചെയ്യാൻ എടുക്കുന്ന
സമയം. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മളൊരു ഇന്ററപ്ഷൻ കൊടുത്തു, അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇന്ററപ്ഷൻ, സ്റ്റോപ്പോ ഹോൾട്ട് എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മൈക്രോ പ്രോസസർ റൺ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം നിർത്തിയിട്ട് നമ്മളുടെ ഇന്ററപ്ഷന് റെസ്പോണ്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, ഇന്ററപ്റ്റ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അത് ഏകദേശം 10 to 20 T ആണ്, ക്ലോക്ക് പീരീഡ്സ് ആണ്. 10 to 20 T ആണ് ക്ലോക്ക് പീരീഡ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലോക്ക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് 333 നാനോ സെക്കൻഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ചിലപ്പോ എക്സാമിന് തിരിച്ചു വരാം. അതായത് ഇപ്പോൾ ക്ലോക്ക് പീരീഡിന് പകരം ആ സെക്കൻഡ്സ് വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 330 വെച്ചിട്ട് ഇല്ലെങ്കിൽ 300 അറൗണ്ട് വെച്ചിട്ട് ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ചിലപ്പോൾ ടൈം പീരീഡ് തന്നോളണമെന്നില്ല, ചിലപ്പോൾ സെക്കൻഡ്സിന്റെ ഫോമിലായിരിക്കും തരാം. അപ്പൊ ഒരു ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 330 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 20 ക്ലോക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ 333 into 20 നാനോ സെക്കൻഡ്സ് ആണ് നമ്മളുടെ ആൻസർ വരിക. ക്ലിയർ ആണോ? യെസ് മിസ്. ഓക്കെ, ആ രീതിയിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അത്രയാണ് നമ്മളുടെ ടൈം സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇതില് ഇമ്പോർട്ടന്റ് ആയ ടൈം സൈക്കിള്, അതിന്റെ ഓരോന്നിന്റെയും ടൈം പീരീഡ്, അതുപോലെ തന്നെ ആ ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സെക്കൻഡ്സ് വരും. അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ പഠിക്കുന്നതിന് പകരം ക്ലോക്ക് പീരീഡിന്റെ വാല്യൂ പഠിക്കുക. ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈം പീരീഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വരുന്ന വാല്യൂ ചിലപ്പോൾ സെക്കൻഡ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാനോ സെക്കൻഡ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും എഴുതേണ്ടി വരിക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്ലോക്ക് പീരീഡിന്റെ വാല്യൂ തന്നെ തരാം. ഓക്കെ, കഴിഞ്ഞ തവണ വന്നത് ക്ലോക്ക് ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ്, അത് 3 മെഗാഹെർട്സിന്റെ വാല്യൂ തന്നെയാണ് വന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ഡയഗ്രാംസ് ഒന്നും ഈ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയില്ല. അതൊക്കെ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. താങ്ക് യു.